ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ റിഡക്സിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ 4 ചാപ്റ്റേഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് നോക്കിയത് ഇൻസ്റ്റാളേഷൻ ആയിരുന്നു. നമ്മളുടെ റിഡക്സ് എങ്ങനെ നമ്മളുടെ റിയാക്ട് ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഓക്കെ ഇൻസ്റ്റാളേഷൻ അവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു ഇനി തൊട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമ്മൾ കോഡ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങും എന്ന് പറഞ്ഞു. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജമ്പ് ചെയ്ത് റിയാക്റ്റും റിഡക്സും ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് ഒരു അവിയൽ പഴുവമാക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് അതിന് മുന്നേ ആയിട്ട് നമുക്ക് സിംപ്ലി ജേസ് വെച്ചിട്ട്, അതായത് ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ഫയൽ വെച്ചിട്ട് നമ്മളുടെ നമുക്കുള്ള എന്താണ് റിഡക്സിന്റെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയൊക്കെയാണ് കോഡിങ് വരുന്നതെന്ന് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്കത് റിയാക്റ്റിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കുറെ കോൺസെപ്റ്റ്സും ഫണ്ടമെന്റൽസും പ്രിൻസിപ്പിൾസും ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ടായിരുന്നു നോക്കിയത് അല്ലെ, ഒരു ഡ്രസ് ഷോപ്പിന്റെ എക്സാമ്പിൾ വെച്ചിട്ടായിരുന്നു നോക്കിയത്. സോ അതിന്റെ ബേസിസിൽ നമുക്ക് ആ ഒരു കോഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ JS-ൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ റിയാക്റ്റുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാണ് ജസ്റ്റ് ഒരു സംഭവം എന്താന്ന് നോക്കാം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് അറിയാം നമ്മൾ 3 കോൺസെപ്റ്റ്സ് ആണ് നമ്മളുടെ റിഡക്സിനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റോർ, ആക്ഷൻ ആൻഡ് റെഡ്യൂസർ. അപ്പൊ ഇത് മൂന്നുമാണ് നമ്മളുടെ റിഡക്സിന്റെ മെയിൻ ആയിട്ടുള്ള 3 കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്യണം, ഒരു സ്റ്റോർ വേണം നമ്മളുടെ സ്റ്റേറ്റ്സിനെയൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റോർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെയായിട്ട് നമുക്ക് ഒരു ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു ആക്ഷനും അതേപോലെ നമ്മളുടെ റെഡ്യൂസർ ഫംഗ്ഷനും എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, എങ്ങനെ ഒരു ജസ്റ്റ് സിമ്പിൾ നമ്മൾ പഠിച്ച ആ ഒരു എക്സാമ്പിളിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കൺസിഡർ ചെയ്ത് എങ്ങനെ ഒരു ആക്ഷൻ ആൻഡ് റെഡ്യൂസേഴ്സിനെ കൊടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൻഡ് റിസൾട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഇതിന്റെ കോഡ് ഇംപ്ലിമെന്റേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. Hey my dear pretty souls, it's me Shefna Sharif and you're watching my channel JSTC. So no more delay, let's start. ഓക്കെ, അപ്പൊ നമ്മള് എന്താ നോക്കാൻ വേണ്ടിട്ട് പോകുന്നത്, ഫസ്റ്റ് നമുക്ക് എങ്ങനെ ഒരു ആക്ഷനെ സ്പെസിഫൈ ചെയ്യാം അല്ലെങ്കിൽ ആക്ഷൻ ഡിക്ലെയർ ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ആക്ഷൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചിരുന്നു. എന്താണ് ആക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? ആക്ഷൻ എന്താണ് പറഞ്ഞേ? നമ്മൾ പറഞ്ഞു നമുക്കൊരു സ്റ്റോർ ഉണ്ട്, ആ ഒരു സ്റ്റേറ്റ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു കണ്ടെയ്നർ ഉണ്ട്, അതാണ് നമ്മൾ സ്റ്റോർ എന്ന് പറയുന്നത്. നമുക്ക് ഒൺലി വേ നമ്മളുടെ ആ ഒരു സ്റ്റേറ്റ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഒൺലി സിംഗിൾ വേ ആണ് ആക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ സ്റ്റോറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വഴിയേ ഉള്ളൂ, അത് നമ്മൾ ആക്ഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്റ്റോറുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. അതെന്താ ചെയ്യുന്നത് നമ്മളുടെ ജാവാസ്ക്രിപ്റ്റ്, നമുക്കറിയാം നമുക്കൊരു ജാവാസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ജാവാസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷനിൽ ഒരു സ്റ്റോർ കാണും, അതൊരു സ്റ്റേറ്റ് കണ്ടെയ്നർ ആണ്. ദെൻ അവിടെ സ്റ്റേറ്റ് ഉണ്ട്, റെഡ്യൂസർ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മളുടെ ജാവാസ്ക്രിപ്റ്റ് ആപ്ലിക്കേഷൻസിൽ ആവശ്യമുള്ള കുറച്ച് ഇൻഫർമേഷൻസിനെ ക്യാരി ചെയ്ത് നമ്മളുടെ സ്റ്റോറിലോട്ട് കൊണ്ടെത്തിക്കുന്നത് ആരാണ്? നമ്മളുടെ ഈ ആക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ നമ്മളുടെ ആക്ഷൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ പ്ലെയിൻ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ആക്ഷൻസിനെ പെർഫോം ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്. ഓരോ ഒബ്ജക്റ്റ് ആയിട്ടാണ്. സോ അതിനൊരു ഒബ്ജക്റ്റിന് ഒരു ടൈപ്പ് പ്രോപ്പർട്ടി കാണും, അതിന്റെ ആ ഒരു ടൈപ്പിനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് പ്രോപ്പർട്ടി കാണും. സോ ആൻഡ് ഈ ഒരു ടൈപ്പ് പ്രോപ്പർട്ടി ഒരു സ്ട്രിങ്ങിനെ ആയിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ പറഞ്ഞപ്പോഴത്തേക്ക് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാണോന്ന് അറിയത്തില്ല. അപ്പൊ നമുക്കത് അതിന്റെ ഒരു കോഡ് ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മളുടെ കഴിഞ്ഞ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് കൺസിഡർ ചെയ്തിരുന്നത്, നമുക്കൊരു കസ്റ്റമർ ഒരു ഇന്റൻഷൻ, ഡ്രസ്സ് മേടിക്കാനുള്ള ഇന്റൻഷനോട് കൂടിയിട്ട് ഒരു ഡ്രസ് ഷോപ്പിൽ വരുന്നതായിരുന്നു. നമ്മളുടെ ആ ഒരു ഡ്രസ് ഷോപ്പിൽ വരുന്നു, ആ ഒരു ഡ്രസ്സ് ഒക്കെ അവിടെ നിൽക്കുന്ന സെയിലിനോട് നമ്മൾ ആ ഡ്രസ്സ് വേണമെന്ന് പറയുന്നു. നമ്മളുടെ തീരുമാനത്തിനനുസരിച്ച് ആ ഒരു സെയിലായിരിക്കും ആ ഒരു ഡ്രസ്സ് എടുത്ത് ബില്ലിങ്ങും കാര്യങ്ങളും ഒക്കെ
കൊടുക്കുന്നത് ആ ഒരു സെയിൽ ആയിരിക്കും, സെയിൽസ് പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതായിരുന്നു നമ്മളുടെ ആ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ അത് വെച്ച് നമുക്ക് എങ്ങനെ നമ്മളുടെ ആക്ഷനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കോൺസ്റ്റ് ജസ്റ്റ് ബൈ ഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. സോ എന്തിനാണ് ഈ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആക്ഷന്റെ ടൈപ്പിനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. സോ അതൊരു എന്താണ്, പ്യുവർലി ഒരു സ്ട്രിങ് ആണ്. സോ കോഡ്സിനകത്ത് കൊടുക്കാം. ദെൻ ബൈ സ്ട്രിങ് ബൈ ഡ്രസ് എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, സോറി, നമ്മൾ കോളൻ ഒക്കെ കൊടുത്തിരിക്കുകയാണ്. സോ വേരിയബിൾ ഡിക്ലറേഷൻ കോളൻ ഒന്നും അല്ല, ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ. അപ്പം നമ്മൾ ബൈ ഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വേരിയബിളിനകത്തോട്ട് ജസ്റ്റ് ഒരു സ്ട്രിങ്ങിനെ പാസ് ചെയ്യുവാണ്. ബൈ ഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ്ങിനെ പാസ് ചെയ്തു. ആൻഡ് ഇനി നമുക്കൊരു ആക്ഷൻ വേണം. സോ ആക്ഷന് എപ്പോഴെങ്കിലും ആ ഒരു ആക്ഷനെ വിളിക്കണമെങ്കിൽ ആ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. സോ നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ എന്നാലും നമുക്ക് ആ ഒരു എപ്പോഴാണോ ആ ഒരു ആക്ഷൻ പെർഫോം ചെയ്യേണ്ടുള്ളത്, ആ ഒരു ആക്ഷനെ കോൾ ചെയ്യണമെങ്കിൽ അതൊരു ഫംഗ്ഷൻ ആയിട്ട് വേണം എഴുതാൻ. സോ നമ്മളൊരു ആക്ഷനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ബൈ ഡ്രസ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ ഒരു ഫംഗ്ഷൻ അതിനകത്ത് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്താണ്? സോ റിട്ടേൺ, നമ്മൾ പറഞ്ഞു ആക്ഷൻ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ടൈപ്പ് പ്രോപ്പർട്ടി കാണും, അതൊരു ഒബ്ജക്റ്റ് ആണ്. സോ ഇതൊരു ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ കേർലി ബ്രേസസ് കൊടുത്തത്. എപ്പോഴും ഒരു ആക്ഷനെ എപ്പോഴും ഒരു ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ അതിന് ഒരു പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പോലും അതൊരു ഒബ്ജക്റ്റ് ആയിട്ട് എഴുതുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ ഇപ്പൊ റിട്ടേൺ ദെൻ കേർലി ബ്രേസസിനകത്ത് നമുക്കൊരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. സോ ടൈപ്പ് എന്ന് പറയുന്ന അതിനൊരു പ്രോപ്പർട്ടി കാണും. സോ അതിന്റെ പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കുക. ദെൻ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ബൈ ഡ്രസ് ആയിരിക്കും അതിന്റെ വാല്യൂ. അതിന് വേണ്ടിയിട്ട് ആ ഒരു ടൈപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വേരിയബിളിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. സോ ബൈ ഡ്രസ് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സ്ട്രിങ്ങിനെ ഇവിടെ പാസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്താൽ തന്നെ ജസ്റ്റ് ഒരു സ്ട്രിങ് ആയിട്ട് ഇവിടെ ടൈപ്പിനകത്ത് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് ഒരുപാട് നമുക്കറിയാം നമ്മളുടെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പം അതിലൊന്നിൽ കൂടുതൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പോൾ നമുക്ക് ആ ഒരു ഇററും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊരു വേരിയബിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനെ കോൾ ചെയ്യുന്നത്. സാധാരണ ഇതിലൊരു സ്ട്രിങ് ഒക്കെ ആയിട്ട് നമ്മൾ കോൾ ചെയ്യുമ്പോൾ പിന്നെ മറ്റൊരു സ്ഥലത്ത് അതിന്റെ ഒരു ടൈപ്പ് ഒക്കെ പറയുമ്പോഴത്തേക്ക് മേ ബി ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒക്കെ വന്നേക്കാം. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ആക്ഷൻസിന്റെ ടൈപ്പിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഒരു വേരിയബിളിനകത്തോട്ടാക്കിയിട്ട് ആ ഒരു വേരിയബിൾ വേണം നമ്മളുടെ ഈ ഒരു ടൈപ്പിനകത്ത് വിളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ തൽക്കാലം ഞാനിവിടെ നമ്മളുടെ ആക്ഷന് ഒരു സിംഗിൾ പ്രോപ്പർട്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് എത്ര പ്രോപ്പർട്ടീസ് വേണമെങ്കിലും യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു ആക്ഷനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ആക്ഷൻ എങ്ങനെ കോൾ ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഒരു ആക്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്ന് കണ്ടല്ലോ. അപ്പൊ ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഒരു റെഡ്യൂസർ ഫംഗ്ഷൻ ആണ്. സോ റെഡ്യൂസർ ഫംഗ്ഷൻ എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം അല്ലെ. സോ ഒരു റെഡ്യൂസർ ഫംഗ്ഷനകത്ത് എന്താണ് സംഭവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അല്ലെ. റെഡ്യൂസർ ഫംഗ്ഷൻ എങ്ങനെയാണ്? ഫസ്റ്റത്തത് ഒരു ഒരു പ്രീവിയസ് സ്റ്റേറ്റ് കാണും. ഞാൻ ഇതൊരു കമന്റ് ചെയ്യാനാണ് കേട്ടോ. ദെൻ അതിനുശേഷം പ്രീവിയസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം. ഈ പ്രീവിയസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റിന്റെ അർത്ഥം കൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് പ്രീവിയസ് സ്റ്റേറ്റ് എന്ന് എഴുതിയതാണ്. പിന്നെന്താണ്, നമുക്ക് ഒരു ആക്ഷൻ കാണും. ദെൻ അത് നമുക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു ന്യൂ സ്റ്റേറ്റിനെ ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സർ റെഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ക്യാരി ചെയ്യുന്നത് ഒരു ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ആക്ഷനെ ആയിരിക്കും. ഇത് രണ്ടും കൊടുത്തിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ന്യൂ സ്റ്റേറ്റിനെയാണ്. സോ എങ്ങനെ നമുക്ക് അത് റെഡ്യൂസറിൽ വർക്ക് ചെയ്യാം? നമുക്കിപ്പം നമ്മളുടെ ആക്ഷൻ ഉണ്ട്. സോ ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ഇനിഷ്യൽ സ്റ്റേറ്റ് വേണം അല്ലെ. സോ പ്രീവിയസ് സ്റ്റേറ്റ് തന്നെ മാറ്റാം, നമുക്ക് ഇനിഷ്യൽ സ്റ്റേറ്റ് തന്നെ കൊടുക്കാം. ഓക്കെ, ഇനിഷ്യൽ സ്റ്റേറ്റ് വേണം.
സോ നമുക്കൊരു ഇനിഷ്യൽ സ്റ്റേറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു ഡ്രസ് ഷോപ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിസിൽ നമുക്ക് എങ്ങനെ ഒരു സ്റ്റേറ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു രാവിലെ കട ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അതിന് ഒരു ഇത്ര കളക്ഷൻസ് ഓഫ് ഡ്രസ്സസ് ആ കടയിൽ കാണും. സോ അതായിരിക്കും അതിന്റെ ആ ഒരു ഇനിഷ്യൽ നമ്പർ ഓഫ് ഡ്രസ്സസ് എന്ന് പറയുന്നത്. പിന്നെ ആയിരിക്കും കസ്റ്റമേഴ്സ് വന്ന് അവരുടെ ഇഷ്ടപ്രകാരം ആ ഒരു ഡ്രസ്സസ് ഒക്കെ മേടിച്ച് സോൾഡ് ഔട്ട് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് കട ക്ലോസ് ചെയ്യുന്ന ടൈമിലായിരിക്കും നമ്മൾ ആ ഒരു കാൽക്കുലേഷനിൽ എത്തുന്നത്. ഓക്കെ, അപ്പം ഓരോ തവണ തുടങ്ങുമ്പോഴും അതിനൊരു ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്. സോ അങ്ങനെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ആൻഡ് ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു നമ്മൾ പഴയ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ സ്റ്റേറ്റ് ആൻഡ് ഒബ്ജക്റ്റിനെ നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റ് ആൻഡ് ഒബ്ജക്ട്സിനെ നമുക്ക് ഒരു എന്താണ് മൾട്ടിപ്പിൾ പീസസ് ഓഫ് ഡേറ്റാസ് വരുമ്പോഴത്തേക്ക് അതിനെ ഒബ്ജക്റ്റ് ആയിട്ട് എഴുതണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഒരു പ്രോപ്പർട്ടി ആയിക്കോട്ടെ, രണ്ട് പ്രോപ്പർട്ടി ആയിരിക്കട്ടെ, അതൊന്നും ഇറ്റ്സ് നൺ ഓഫ് ദി മാറ്റർ. നമുക്ക് എപ്പോഴും നമ്മൾ ഒരു സ്റ്റേറ്റിനെയും ആക്ഷനെയും എന്തായിട്ട് വേണം എഴുതാൻ, ഒബ്ജക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കണം എഴുതേണ്ടുള്ളത്. ഓക്കെ, സോ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നമ്പർ ഓഫ് ഡ്രസ്സസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ നമ്പർ ഓഫ് ഡ്രസ്സസ് ഇനിഷ്യലി ഒരു 100 ഡ്രസ് ഉണ്ടെന്ന് വിചാരിക്കുക. ജസ്റ്റ് അസ്യൂം ദാറ്റ്. ഓക്കെ, 100 ഡ്രസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് നമ്മൾ അതിനുശേഷം 1 by 1 ആയിട്ട് ഓരോ കസ്റ്റമേഴ്സ് വന്ന് എടുക്കുന്നതിന് ശേഷം 1 by 1 ആയിട്ട് അത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പം ഒരു ഇനിഷ്യൽ സ്റ്റേറ്റ് 100, അതിലൊരു പ്രോപ്പർട്ടി നമ്പർ ഓഫ് ഡ്രസ്സസ് വെച്ചിട്ട് 100 എന്ന് പറഞ്ഞ് കൊടുത്തു എന്ന് വിചാരിക്കുക. അതിൽ ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് ആണ് ഇപ്പൊ നമ്മൾ ഒറ്റ പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇപ്പൊ നമുക്ക് നമ്മളുടെ ആക്ഷനും ആയിട്ടുണ്ട്, ഇനിഷ്യൽ സ്റ്റേറ്റും ആയിട്ടുണ്ട്, അതേപോലെ നമ്മൾ ആക്ഷനും ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു റെഡ്യൂസർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് നോക്കിയാലോ. സോ കോൺസ്റ്റ് റെഡ്യൂസർ, നമ്മളുടെ ഫംഗ്ഷൻ നെയിം തന്നെ എന്താണ്, റെഡ്യൂസർ എന്ന് തന്നെയാണ്. ദെൻ അതൊരു ആരോ ഫംഗ്ഷൻ, എപ്പോഴും റെഡ്യൂസർ ഫംഗ്ഷൻ ഒരു ആരോ ഫംഗ്ഷൻ ആയിട്ടായിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാര്യം അതൊരു പ്രിസൈസ് വേ ഓഫ് ഡിക്ലെയറിംഗ് ഫംഗ്ഷൻസ് എന്നൊക്കെ നമുക്ക് പറയാം. കൂടുതൽ ഇററിലും കാര്യങ്ങളിൽ നിന്നും നമ്മൾ കുറച്ച് സേവ് ചെയ്യുന്നത് നമ്മളുടെ ഈ ആരോ ഫംഗ്ഷൻ ആണ്. സോ അണ്ടർസ്റ്റാൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, സോ കോൺസ്റ്റ് റെഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനകത്ത് എന്താ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നേ? അപ്പം നമ്മളുടെ റെഡ്യൂസർ ഫംഗ്ഷൻ എന്താണ്, 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്, അല്ലെ? സോ സ്റ്റേറ്റ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്, ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആക്ഷൻ ആണ്. ഓക്കെ, അപ്പം സ്റ്റേറ്റും ആക്ഷനും 2 പാരാമീറ്റേഴ്സ് ആണ്. സോ ഈ ഒരു സ്റ്റേറ്റ് വേരിയബിളിനകത്തോട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മളുടെ ഈ ഒരു ഇനിഷ്യൽ സ്റ്റേറ്റിനെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. സോ സ്റ്റേറ്റിനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ആ ഒരു ഇനിഷ്യൽ സ്റ്റേറ്റിനെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ആക്ഷനും ഉണ്ട്, ഇനിഷ്യൽ സ്റ്റേറ്റും ഉണ്ട്. സോ ഇത് വെച്ച് നമുക്ക് എങ്ങനെ പെർഫോം ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മള് എന്താണ് ഡിഫറെന്റ് ടൈപ്പ് നമുക്ക് അറിയാം, ഒരുപാട് എന്താണ് അപ്പൊ നമ്മളുടെ ആക്ഷന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ആക്ഷനിൽ പറഞ്ഞു കൊടുക്കുന്ന ടൈപ്പ് വെച്ചിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്ത് ആ ഒരു അനാലിസിസിലോട്ട് പോവുകയാണ് സ്റ്റേറ്റിന്റെ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കണ്ടീഷന് വേണ്ടിയിട്ട് സ്വിച്ച് കേസ് യൂസ് ചെയ്യാണ്. ആൻഡ് അതിന്റെ എക്സ്പ്രഷൻ ആയിട്ട് ഞാനിവിടെ ആക്ഷനെ വിളിക്കുകയാണ്. ഓക്കെ, സോ ആക്ഷൻ വിളിച്ചു. ദെൻ ആക്ഷൻ ഡോട്ട് ടൈപ്പ് ആണ് വിളിക്കുന്നത്. സോ ആക്ഷന്റെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഒരു ആക്ഷൻ ആണെങ്കിൽ ആ ആക്ഷന്റെ എന്താണ് ഒരു പ്രോപ്പർട്ടിയാണ് ടൈപ്പ് എന്ന് പറയുന്നത്. സോ എവറി ടൈം നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്, ഒബ്ജക്ട് നെയിം ഡോട്ട് പ്രോപ്പർട്ടി നെയിം ആണ്. സോ ആക്ഷൻ ഡോട്ട് ടൈപ്പ് ആണ് നമ്മൾ വിളിക്കുന്നത്. ദെൻ ബ്രേസസ് കൊടുക്കുക. ദെൻ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, സോറി സോ കേസ് ഫസ്റ്റ് എന്ന് പറയുന്നത് കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്തത് ഞാനിവിടെ ബൈ ഡ്രസ്സ് കൊടുക്കുവാണ്. ഓക്കെ, അതായത് നമ്മൾ ഡ്രസ്സ് മേടിക്കുകയാണെങ്കിൽ, ഓക്കെ, ഫസ്റ്റത്തെ ടൈപ്പ് എന്താണ്, ഇവിടുത്തെ ബൈ ഡ്രസ് ആണ് ഇവിടുത്തെ ടൈപ്പ് എന്ന് പറയുന്നത്.
സോ ഈ ഒരു സംഭവം നടക്കുവാണെങ്കിൽ, ഈ ഒരു ആക്ഷൻ നടക്കുവാണെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ബൈ ഡ്രസ്, നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ സാധാരണഗതിയിൽ എന്ത് സംഭവിക്കും? നമ്മളൊരു കടയിൽ പോയി ഡ്രസ്സ് മേടിക്കുന്നു, ഒരു 100 ഡ്രസ്സസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാൾ ഒരു കടയിൽ പോയി 1-2 ഡ്രസ്സ് മേടിക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമ്മൾ ഡ്രസ്സ് 1 by 1 ആയിട്ട് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മള് ബൈ ഡ്രസ് എന്ന് പറയുന്നിട്ടുള്ള ആക്ഷൻ പെർഫോം ചെയ്യുവാണെങ്കിൽ, നടക്കുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളുടെ നമ്പർ ഓഫ് ഡ്രസ്സസ് എന്ന് പറയുന്നത്, നമ്മളുടെ നമ്പർ ഓഫ് ഡ്രസ്സസ് എന്തായിട്ട് മാറും? അത് നമുക്ക് നമ്മളുടെ സ്റ്റേറ്റ്, നമുക്കൊരു സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റേറ്റിനകത്ത് എന്താ ഇരിക്കുന്നത്? നമ്മളുടെ ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ് ഇരിക്കുന്നത്. ഇനിഷ്യൽ സ്റ്റേറ്റിന്റെ വാല്യൂ ഒരു നമ്പർ ഓഫ് ഡ്രസ്സസ് എന്ന് പറഞ്ഞിട്ട് നമുക്കുണ്ട് അല്ലെ, 100 എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ് ഡോട്ട് നമ്പർ ഓഫ് ഡ്രസ്സസ് -1 ആണ്. സോ ഓക്കെ, അപ്പം നമ്മള് ഡ്രസ്സിന് 1 കുറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഒരു കേസ് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള കേസ് യൂസ് ചെയ്യാം. എന്താ തൽക്കാലം നമ്മൾ ഒരു കേസ് യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഒരു ഡിഫോൾട്ട് കേസ് മസ്റ്റ് ആയിട്ട് വേണം. സോ ഡിഫോൾട്ട് ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് എന്ത് റിട്ടേൺ ചെയ്താൽ മതി? നമ്മളുടെ കറണ്ട് സ്റ്റേറ്റിനെ തന്നെ റിട്ടേൺ ചെയ്താൽ മതി. അതാ ഡ്രസ് ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര ഉണ്ടോ അത്രയും തന്നെ ആണല്ലോ റിട്ടേൺ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ കേസ് 1 ആണെങ്കിൽ റിട്ടേൺ കൊടുക്കുക കേട്ടോ. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് അകത്ത് കൊടുക്കുക നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള കാര്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെയാ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ എന്താ ചെയ്തത്? ഒരു നമ്മളുടെ ടൈപ്പിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ നമ്മൾ ആക്ഷന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു നമ്മളുടെ ടൈപ്പ് ആട്രിബ്യൂട്ട് വിളിച്ചു. ദെൻ ആ ഒരു ബൈ ഡ്രസ്സിനെ ഇവിടെ വിളിച്ചു. അതിനുശേഷം നമ്മൾ ഒരു ഇനിഷ്യൽ സ്റ്റേറ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിനകത്തൊരു പ്രോപ്പർട്ടി ആയിട്ട് നമ്പർ ഓഫ് ഡ്രസ്സസ്, അതിന്റെ വാല്യൂ 100 കൊടുത്തു. നമ്മൾ റെഡ്യൂസർ ഫംഗ്ഷൻ ഉണ്ട്, അതിന്റെ 2 പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് സ്റ്റേറ്റ്, അതാണ് നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റ്. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ആക്ഷൻ ആണ്. സോ നമ്മളുടെ സ്വിച്ച് കേസിനകത്ത് നമ്മൾ ആ ഒരു ആക്ഷന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ആക്ഷൻ ഡോട്ട് ടൈപ്പ് വിളിച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മളുടെ ഈ ഒരു സംഭവമാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമ്മളുടെ ബൈ ഡ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള കേസ് ആണ് നടക്കുന്നതെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്? റിട്ടേൺ നമ്പർ ഓഫ് ഡ്രസ്സസിന് നമ്മൾ സ്റ്റേറ്റ് ഡോട്ട് നമ്പർ ഓഫ് ഡ്രസ്സസിന്റെ വാല്യൂ എന്താക്കണം? സ്റ്റേറ്റ് ഡോട്ട് നമ്പർ ഓഫ് ഡ്രസ്സസ് -1 ഒന്ന് കുറഞ്ഞുകൊണ്ടിരിക്കണം. ദെൻ അതിന്റെ ഡിഫോൾട്ട് കേസ് ആയിട്ട് സ്റ്റേറ്റിനെ തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിയാക്റ്റിന്റെ ട്യൂട്ടോറിയൽ ഫോളോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്പ്രെഡ് ഓപ്പറേറ്ററിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ധാരണ കാണും. നമ്മൾ ഒബ്ജക്റ്റിന്റെ കേസിൽ നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഡേറ്റ ലോസേജ് സംഭവിക്കും. നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ കേസിൽ നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തില്ലെങ്കിൽ മറ്റു ഡേറ്റാസിന് അത് ലോസ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് പുതിയ പുതിയ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളിവിടെ പറയുന്നുണ്ട് നമ്മളുടെ ഡ്രസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് 100 ആണ്. സോ നമ്മൾ ഒരു ബൈ ഡ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷൻ ഇവിടെ പെർഫോം ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് റിട്ടേൺ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? നമ്പർ ഓഫ് ഡ്രസ്സസിന്റെ ലിസ്റ്റിന് എണ്ണത്തിൽ നിന്ന് 1 കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പം ഇറ്റ്സ് ഫൈൻ ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. പക്ഷെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമ്മുടെ ഡേറ്റ ലോസ് സംഭവിക്കും. അങ്ങനെ ലോസ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് സ്പ്രെഡ് ഓപ്പറേറ്റർ. സ്പ്രെഡ് ഓപ്പറേറ്റർ എന്താണ് ചെയ്യുന്നത്? ആ ഒരു കറണ്ട് സംഭവത്തിന്റെ കോപ്പി എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോ സ്പ്രെഡ് ഓപ്പറേറ്ററിന്റെ സിമ്പിൾ ഒക്കെ നിങ്ങൾക്ക് അറിയാം. 3 ഡോട്ട് കൊടുത്തു, നമ്മളുടെ കറണ്ട് സ്റ്റേറ്റിനെ ഒന്ന് ആദ്യം സ്പ്രെഡ് ചെയ്തു. ദെൻ അതിനുശേഷമാണ് നമ്മളുടെ ആ ഒരു പുതിയ അപ്ഡേഷൻ കാര്യങ്ങളും വരുത്തുന്നത്. സോ എവറി ടൈം നമ്മൾ പുതിയ ഒരു അപ്ഡേഷൻ നടക്കുമ്പോഴത്തേക്ക് നമ്മളുടെ സ്റ്റേറ്റിനെ എന്ത് ചെയ്തിട്ടായിരിക്കും? അതൊന്ന് സേവ് ചെയ്ത് വെച്ചിട്ടായിരിക്കും പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമ്മളുടെ പഴയ കാര്യങ്ങൾ ലോസ് ആയി പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു റെഡ്യൂസർ എങ്ങനെയാണ്, നമ്മുടെ സ്റ്റേറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ പോകെ നമ്മൾ അതിനെ എങ്ങനെയാണ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നത്, ദെൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ കണക്ട് ചെയ്യാം. ആൻഡ് എന്നിട്ട് നമ്മളുടെ റിയാക്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ഓൺവേർഡ്സ് ക്ലാസ്സുകളിൽ നോക്കുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ആൻഡ് വൺ തിങ്, നിങ്ങൾ എൻ്റെ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ വിസിറ്റ് ചെയ്താൽ നമ്മളുടെ ടെലിഗ്രാം ലിങ്ക് കാണും. സോ അതിനകത്തൊക്കെ ജോയിൻ ചെയ്യുക. നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു ടെലിഗ്രാം ഇതാണ്.
ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് അവിടെ ഡൗട്ട്സ് ചോദിക്കാം, നമുക്ക് ഇന്ററാക്ട് ചെയ്യാം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഒരു റിക്വസ്റ്റ് ആണ്. കാര്യം നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോരുത്. അതിന്റെ റിക്വസ്റ്റ് ആണ്. ഒന്ന് ലൈക്ക് ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, ബൈ.